ഹായ് ഹലോ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ജനുവരി 1 കൊല്ലവർഷം ആദ്യ ദിവസം തന്നെ ഞങ്ങൾ ലേബർ ഇന്ത്യ ടീം എല്ലാവരും കൂടി ഒരു യാത്ര പോവുകയാണ്. പുലർച്ചെ ഒരു 5 മണിയോടുകൂടി നമ്മൾ യാത്ര ആരംഭിച്ചു. ആദ്യം തന്നെ പോയത് ഇല്ലിക്കൽ കല്ലാണ്. ആദ്യമായിട്ടാണ് ഞാൻ പോകണമെന്നുണ്ടെങ്കിലും അടിപൊളി പ്ലേസാണ്. അവിടെ ചെറിയ വർക്കൊക്കെ നടക്കണ കാരണം കയറാൻ ചെറിയ പണിയുണ്ട്. എന്നാലും അടിപൊളിയായിട്ട് നമ്മൾ മുകളിൽ കയറി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു ഐസ്ക്രീം അല്ല 2 ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചിറങ്ങി. അങ്ങനെ വരുന്ന വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടത്തിലൊന്ന് വണ്ടി നിർത്തി. അത് എന്താ പറയുക, ചെറിയ വെള്ളച്ചാട്ടമാണെങ്കിലും നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. അത് ഭയങ്കര ഫ്രഷ്നെസ് നമുക്ക് മുഖം കഴിയപ്പോൾ കിട്ടി. പിന്നെ ഉച്ചഭക്ഷണം കഴിച്ച് നമ്മുടെ മെയിൻ ജീപ്പ് ട്രക്കിങ് നമ്മൾ ആരംഭിച്ചു കേട്ടോ. ഇതാണ് ഈ ട്രിപ്പിലെ മെയിൻ ഹൈലൈറ്റ്. എന്താ പറയുക, കിടിലൻ സ്ഥലങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു ചെറിയ വ്യൂ പോയിൻ്റ് പോയി. അത് കഴിഞ്ഞതാ ഇപ്പോൾ കാണുന്ന പോലെ ഈ ഒരു ഗുഹ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ അമ്മോ, അടിയിൽ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല തണുപ്പുള്ള വെള്ളത്തിലൂടെ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയൊരു പേടിയും അതുപോലെ ആ വെള്ളത്തിൻ്റെ തണുപ്പും ഇതിപ്പോൾ തീരുമോ ഒന്നും അറിയില്ല. കാരണം ഇരുട്ടത്ത് അപ്പുറത്തേക്ക് കാണാനില്ല. നമ്മളിങ്ങനെ പോയി അതിൻ്റെ എൻഡൊക്കെ എത്തി. എൻഡിലെത്തുമ്പോൾ ഒരു ചെറിയ 2 സൈഡിലേക്കും ചെറിയ ഗുഹ പോലെ ചെറിയ ഓട്ടകളുണ്ട്. അതിലൊരു ഗുഹയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കാത്തിരുന്ന സ്ഥലം ഇലവിഴ പൂഞ്ചിറ. അത് എന്താ പറയുക, അത്ര ഹെവി ആയിട്ട് കാണാനുള്ളൊരു സ്ഥലമൊന്നുമില്ല. വെള്ളം കെട്ടി നിർത്തുന്ന ഒരു ചെറിയ അക്വാഡക്റ്റ്, അവിടുന്ന് കുടിവെള്ളം കൊണ്ടുപോകുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതാണ് സ്ഥലം. എന്താ പറയുക, ഒരു 1 ടൈം വ്യൂ അത്രയേ ഉള്ളൂ. അവിടുന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് എന്താ പറയുക അടിച്ച് പൊളിച്ചു. അവിടുന്ന് നേരെ പോയത് ഈ ഒരു ഏരിയയിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്തേക്കാണ്. അതായത് നമ്മുടെ സൗബിൻ്റെ ഒക്കെ ഇലവിഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ ആ ഒരു സിനിമയിലൊക്കെ ഇത് നന്നായി കാണിക്കുന്ന ഒരു ഭാഗമാണ്. അവിടുന്ന് പാലയ്ക്ക് പോണ വഴി അൽഫോൺസാമ്മയുടെ പള്ളിയിലൊക്കെ ഒന്ന് കയറി. പിന്നെ പാലയിലേക്ക് പോകുന്നത് എന്തിനാണെന്നല്ലേ, ഇത് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ചടങ്ങ് നടക്കുന്ന കാരണമാണ് ഇന്ന് ഈ ഒരു യാത്ര തന്നെ ഉണ്ടായത്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ലേബർ ഇന്ത്യയുടെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ മകളുടെ കല്യാണമായിരുന്നു. അപ്പം അങ്ങോട്ട് ഒരു ക്ഷണം കിട്ടിയപ്പോൾ നേരെ എല്ലാവരും കൂടി അങ്ങോട്ട് വിട്ടതാണ്. അത് നമ്മളൊരു ട്രിപ്പാക്കി മാറ്റിയെന്ന് മാത്രം. ഒരു വെടിക്ക് 2 പക്ഷി, അതന്നെ. പിന്നെ കല്യാണത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഗ്രാൻഡ് കല്യാണം. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു കല്യാണം ഞാൻ കൂടിയണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. ദാ നിൽക്കുന്നത് ഗവർണറാണ്. ഇനി ഇതിൻ്റെ താഴത്തേക്ക് മന്ത്രിമാരും MLA മാരും ഒരുപാട് സിനിമാ നടന്മാരും വിശിഷ്ടാതിഥികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ പിന്നെ ഇതൊരു ഗ്രാൻഡ് കല്യാണമല്ലേ. അത് മാത്രമല്ല പിന്നെ ഫുഡിനെ പറ്റി പറയണ്ട, 1.5 ഫുഡാണ്. ഇന്നേ വരെ ജീവിതത്തിൽ കഴിക്കാത്ത പല വെറൈറ്റി വെജിറ്റേറിയൻ ഫുഡ് വരെ എനിക്ക് കിട്ടി. കണ്ടില്ലേ, ഒരു മെനു തന്നെ തന്നു നോക്കുകയാണ്, ഇഷ്ടമുള്ളത് കഴിക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളായിരുന്നത്. പുതിയ വർഷം പുതിയൊരു വെറൈറ്റി എക്സ്പീരിയൻസ്. എനിവേ, ഇതുപോലുള്ള മറ്റ് പുതുപുത്തൻ വീഡിയോകളുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ ശബരിനാഥ് മൺലി സൈനിങ് ഔട്ട്. ടാറ്റ, ബൈ ബൈ.